ഹായ് ഓൾ, നമുക്കറിയാം ടെക്നോളജി വളരെയധികം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ എല്ലാ മേഖലയിലും ടെക്നോളജിയുടെ എല്ലാ മേഖലയിലും തന്നെ നമുക്ക് മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മൊബൈൽ ഫോണിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും എല്ലാത്തിലും. അതുപോലെ തന്നെ ഹിയറിംഗ് എയ്ഡ് അഥവാ കേൾവി സഹായിയിലും ഈ ടെക്നോളജിയുടെ മുന്നേറ്റം നമുക്ക് കാണാനുണ്ട്. ഇത്തരത്തിൽ പുതിയതായിട്ട് കേൾവി സഹായിൽ അവൈലബിൾ ആയിട്ടുള്ള 6 പുതിയ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ എന്നെ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ പേര് സുനേന, ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ ഒരു ഹിയറിംഗ് എയ്ഡ് ധരിക്കുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ചുറ്റുപാടുമുള്ള സൗണ്ടുകൾ, അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മനുഷ്യന്മാരുടെ വോയിസ് ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ചുറ്റുപാടുള്ള ശബ്ദങ്ങളായിക്കോട്ടെ, അത് മുഴുവൻ ഹിയറിംഗ് എയ്ഡിന് സ്റ്റോർ ചെയ്ത് വെച്ച് അതിൽ കൂടി ഹിയറിംഗ് എയ്ഡിന് പഠിക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു പേഷ്യൻറ്റ് ഏതൊരു സൗണ്ടുമായിട്ടാണ് അല്ലെങ്കിൽ ഏതൊരു തരം സിറ്റുവേഷനിലാണ് കൂടുതൽ ഫെമിലിയർ ആയിട്ട് ഉള്ളത്, അല്ലെങ്കിൽ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്നത്, അതുപോലെ എത്തരം വോയിസുകളാണ് സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്, അതൊക്കെയും ഹിയറിംഗ് എയ്ഡിന് പ്രോസസ്സ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളും അതുപോലെ തന്നെ അത്തരം ഫെമിലിയർ സിറ്റുവേഷൻസ് വരുമ്പോൾ സ്വയം അഡാപ്റ്റ് ആവാനും ഒക്കെ കഴിയുന്ന ഹിയറിംഗ് എയ്ഡ്സ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മാനുവലായിട്ട് പ്രോഗ്രാംസ് സ്വിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് ഹിയറിംഗ് എയ്ഡ് സ്വന്തമേ അത് മനസ്സിലാക്കി പ്രോസസ്സ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് അഡാപ്റ്റീവായിട്ട് സൗണ്ട് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിക്കോളും. അതാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമതൊരു ഫീച്ചറാണ് ബ്ലൂടൂത്ത് ഫെസിലിറ്റി. നമുക്കറിയാം ബ്ലൂടൂത്ത് എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാ കമ്പനിയുടെ ഹിയറിംഗ് എയ്ഡ്സിലും ബ്ലൂടൂത്ത് ഫെസിലിറ്റി അവൈലബിൾ ആണ്. പക്ഷേ ചില കമ്പനികൾ എല്ലാ മൊബൈൽ ഫോൺസുമായിട്ടും അല്ലെങ്കിൽ ഏതൊരു ബ്ലൂടൂത്ത് ഡിവൈസുമായിട്ടും കണക്ഷൻ കൊടുത്തിട്ട് അതിൽ നിന്ന് സ്ട്രീമിങ്ങും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സും ഇന്ന് അവൈലബിൾ ആണ്. ഇനി മൂന്നാമത്തെ ഒരു ഫീച്ചറാണ് ടാപ്പ് ഫീച്ചർ. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് പോലെ നമുക്ക് ഈ ഹിയറിംഗ് എയ്ഡിന് ടാപ്പാണ്. അതായത് ഒരു സ്പെസിഫിക്കലി നമ്മൾ ഒരു ഫോണിന് ഒരു ഫിംഗർ പ്രിൻറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അതുപോലെ തന്നെ ഒരു പേഷ്യൻ്റെ ടാപ്പ് എന്ന് പറയുമ്പോഴും ഈ ഹിയറിംഗ് എയ്ഡിന് സ്പെസിഫിക് ആയിരിക്കും. അതുകൊണ്ട് ടാപ്പ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് എങ്ങനെയാണോ ഫോണിൽ രജിസ്റ്റർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഹിയറിംഗ് എയ്ഡിൽ ഈ ടാപ്പ് ഫീച്ചർ രജിസ്റ്റർ ചെയ്യപ്പെടും. എന്നിട്ട് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ എന്താണോ ആവശ്യം, അതായത് ഫോൺ കോൾ കട്ട് ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ സ്ട്രീമിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് ഓഫ് ആക്കാനായിക്കോട്ടെ, അങ്ങനത്തെ പല ഫെസിലിറ്റീസും ഈ ടാപ്പിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത നാലാമത്തെ ഒരു ഫീച്ചറാണ് റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ്സ്. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ അതിനെപ്പറ്റി പറഞ്ഞതാണ്, അതുകൊണ്ട് അതിലേക്ക് അധികം കടക്കുന്നില്ല. ലിഥിയം അയോൺ ബാറ്ററീസ് ആണ് ഇപ്പോഴത്തെ റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ്സിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓവർ ചാർജ് ആകുമെന്ന പേടിയോ അതല്ലെങ്കിൽ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓഫ് ആക്കണം എന്നുള്ള പേടിയോ അങ്ങനത്തെ യാതൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ ഹാൻഡി ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന കേസസ് ഉള്ള ഹിയറിംഗ് എയ്ഡ്സും ഇന്ന് അവൈലബിൾ ആണ്, ഓരോ കമ്പനീൻ്റെ മോഡൽസിനനുസരിച്ചിട്ട്. അടുത്ത ഫിഫ്ത്ത് വണ്ണാണ് ഇംപ്രൂവ്ഡ് ഡിറക്ഷണാലിറ്റി. അതായത് ഏത് ഭാഗത്താണോ ശബ്ദം വരുന്നതെന്ന് ഹിയറിംഗ് എയ്ഡ് സ്വയമേ ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ ഒരു ഡിറക്ഷൻ ഒഴിച്ച് ബാക്കി എല്ലാ ഡിറക്ഷനിലുള്ള സൗണ്ടുകളുടെ ഒരു വോളിയം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഈ ഏത് ഡിറക്ഷനിൽ സൗണ്ട് വരുന്നത് അവിടത്തേക്ക് കുറച്ചും കൂടിയും കോൺസെൻട്രേഷൻ കൊടുക്കുന്ന രീതിയിലാണ് ഇംപ്രൂവ്ഡ് ഡിറക്ഷണാലിറ്റി ഉള്ള ഒരു ഫീച്ചറുള്ള ഹിയറിംഗ് എയ്ഡ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. തന്നെ ടാപ്പിംഗ് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും എല്ലാ ഹിയറിംഗ് എയ്ഡ്സിലും അവൈലബിൾ ആയിട്ടില്ല. അതായത് എല്ലാ ഹിയറിംഗ് എയ്ഡ് കമ്പനീസിലും ഈ ഒരു എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ അല്ല. ചില കമ്പനീസ് മാത്രമേ ഇത്തരം ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതിൽ തന്നെ എല്ലാ ഹിയറിംഗ് എയ്ഡിലും കിട്ടില്ല. കുറച്ച് ഹയർ എൻഡിലൊക്കെ പോകുമ്പോൾ കുറച്ച് വില കൂടിയ മെഷീൻസിലായിരിക്കും മിക്കവാറും ഈ ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ, ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ഏതൊക്കെ ഫീച്ചേഴ്സാണോ നമുക്ക് ആവശ്യമുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ എൻവയറമെൻറ്റിലാണോ നമ്മുടെ കൂടുതലായി നമ്മൾ ചെലവഴിക്കുന്നത് അതിനൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മളൊരു കേൾവി സഹായി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇത്രയും ഒരു ഫീച്ചേഴ്സിൻ്റെ ഒരു പറഞ്ഞത് നിങ്ങൾക്ക് ഒരു നോളജായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ ബൈ.